എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞിട്ട് മരുന്നടിയാണ് കേട്ടോ. ജാതി അതുമാതിരി അടയ്ക്കാമരം പിന്നെന്താണ് കുരുമുളകിനൊക്കെ മരുന്നടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ മരുന്നടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ സേവനം ലഭ്യമാണ്. നിലവിൽ തുരിശും ചുണ്ണാമ്പാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ തുരിശും ചുണ്ണാമ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഹസ്കോണയുടെ തന്നെ എഞ്ചിൻ വെച്ചിട്ടുള്ള സ്പ്രേയറാണ് യൂസ് ചെയ്യണത്. അത്യാവശ്യം തെറ്റില്ലാത്ത ഹൈറ്റിലൊക്കെ വരെ ഈ സാധനം ഒറ്റയടിക്ക് തന്നെ പോകും. അപ്പോൾ അതിനകത്ത് ഒരു 5 അടി നീളത്തിലുള്ളൊരു മരത്തിൻ്റെ പീസും കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടിയും ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല ഫോഴ്സാണ്. ഇതിൻ്റെ അനുപാതം എന്ന് പറഞ്ഞാലേ 1 ഗ്രാം തുരിശും 1 ഗ്രാം ചുണ്ണാമ്പും പിന്നെ അതിൽ പശ, അങ്ങനെയാണ് വരണത്. അതായത് 1:1:1. അതായത് 200 ലിറ്ററിലേക്ക് 1 കിലോ തുരിശും 1 കിലോ കുമ്മായം, അതായത് ചുണ്ണാമ്പ്, പിന്നെ 100 ml പശ. 100-150 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 100 ml ആണ് ഒഴിച്ചേക്കണത്. നല്ല ക്വാളിറ്റിയുള്ള പശ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കും ഇലകളിലൊക്കെ. കണ്ട ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് അടിച്ച് പിടിപ്പിക്കണം. ഉണ്ടല്ലേ, എല്ലാവരും ചോദിക്കാറുണ്ട് ജാതിക്കൊക്കെ എന്തിനാ മരുന്നടിക്കണമെന്ന്. അത് കായ കൊഴിയുന്നതിനും അതുപോലെ തന്നെ എല്ലാ ഇതുപോലെ കണ്ടില്ലേ, എല്ലാ ഇതുപോലെ ഉണങ്ങുന്നതിനൊക്കെയാണ് നമ്മൾ മരുന്നടിക്കണത്. അപ്പോൾ പല ടൈപ്പ് മരുന്നുണ്ട്. നിലവിൽ തുരിശും ചുണ്ണാമ്പാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പിന്നെ ചിലയിടത്ത് ഫൈറ്ററാൻ അടിക്കും, ചിലയിടത്ത് കൊസൈഡ് അടിക്കും. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മുടെ റേറ്റിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ വന്ന് മരുന്നടിച്ച് തരുന്നതാണ് കേട്ടോ. അത്യാവശ്യം ഹൈറ്റുള്ള ജാതിക്കാണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും, താഴെ നിന്ന് തന്നെ അടിക്കാൻ പറ്റും കേട്ടോ. Okay, thank you.